KPCCയുടെ പുതിയ അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് സണ്ണി ജോസഫ് MLA. തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. അതേസമയം ഏത് വിഭാഗത്തിന്റെ അധ്യക്ഷനാണ് സണ്ണി ജോസഫ് എന്ന തർക്കമാണ് ചടങ്ങിൽ നിഴലിച്ചു നിന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി സന്ദർശിച്ച ശേഷം 10 മണിയോടെയാണ് സണ്ണി ജോസഫ് KPCC ആസ്ഥാനത്തേക്ക് എത്തിയത്. KPCC അധ്യക്ഷനായിരുന്ന K സുധാകരനിൽ നിന്ന് സണ്ണി ജോസഫ് ചുമതല ഏറ്റുവാങ്ങുകയായിരുന്നു. സണ്ണി ജോസഫ് ഒരു വിഭാഗത്തിന്റെയും പ്രസിഡന്റ് അല്ല എന്നും KPCCയുടെ മുഴുവൻ പ്രസിഡന്റ് ആണ് എന്നും ചെന്നിത്തല പറയാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് നടന്നത് പുതിയ പ്രസിഡന്റിനെ തങ്ങളുടേതാക്കാനുള്ള നേതാക്കളുടെ ശ്രമങ്ങളാണ്. പതിവ് പോലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് സണ്ണി ജോസഫും ആവർത്തിക്കുകയായിരുന്നു. UDF കൺവീനറായി അടൂർ പ്രകാശും വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുദാസ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരും ചുമതലയേറ്റു. അതേസമയം അധ്യക്ഷ സ്ഥാനത്തിനായി മുന്നിലുണ്ടായിരുന്ന ആന്റണി ചടങ്ങിൽ പങ്കെടുത്തതുമില്ല. മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ നേതാക്കളും ചടങ്ങിന് എത്തിയിട്ടില്ലായിരുന്നു. അധ്യക്ഷ പദവിയുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങൾ പുകയുന്നതിനിടെയാണ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന കോൺഗ്രസിന്റെ പതിവ് പ്രഖ്യാപനം ഇത്തവണയും ഉണ്ടായിരിക്കുന്നത്. നിയുക്ത KPCC പ്രസിഡന്റിന്റെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLAക്കും ഭാരവാഹികളും സ്ഥാനമേറ്റിട്ടുണ്ടായിരുന്നുവെങ്കിലും നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് കോൺഗ്രസിൽ ഒരു തരത്തിലും പരിഹാരം ആയിട്ടില്ല. കോൺഗ്രസിൽ നേതൃമാറ്റം സംബന്ധിച്ച ചർച്ചകളെ നടന്നിട്ടില്ല എന്നാണ് സുധാകരൻ കഴിഞ്ഞ ആഴ്ച അടിവരയിട്ട് പറഞ്ഞത്. അതിന് പിന്നാലെയാണ് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി സ്ഥാനം ഏറ്റത്. നേതൃമാറ്റത്തിന്റെ ചർച്ചയെ വന്നിട്ടില്ല, അതാണ് യാഥാർത്ഥ്യം. ഞാൻ മാറണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. അങ്ങനെ ഒരു തീരുമാനം പാർട്ടി എടുത്തിട്ടുമില്ല. രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജുൻ ഖാർഗെയുമായും 1.5 മണിക്കൂർ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. നേരിയ സൂചന പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. മാറ്റണമെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ലല്ലോ, ഒരു കടലാസ് അയച്ചാൽ മതി. സ്ഥാനം ഉണ്ടായാലും ഇല്ലെങ്കിലും അവസാനം വരെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും. പാർട്ടി പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് മാറും. പക്ഷെ എന്നോട് ആരും മാറാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെയായിരുന്നു സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നേതൃമാറ്റത്തെ സംബന്ധിച്ച് വലിയ അനിശ്ചിതത്വമാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. K സുധാകരൻ താൻ മാറില്ല എന്ന നിലപാട് സ്വീകരിച്ചതോടെ ഹൈക്കമാൻഡ് പ്രതിസന്ധിയിൽ ആവുകയായിരുന്നു. തുടർന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ നിന്നും രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് അഭിപ്രായങ്ങൾ തേടുകയായിരുന്നു. നേതൃമാറ്റത്തിനെതിരെ K സുധാകരൻ പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോഴായിരുന്നു രാഹുലിന്റെ നിർണായക ഇടപെടൽ ഉണ്ടായത് തന്നെ. പ്രതിപക്ഷ നേതാവ് VD സതീശനും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് K സുധാകരന് പിന്തുണ അറിയിച്ചും പാലക്കാട് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് കോട്ട മൈതാനത്തിന് സമീപവും സിവിൽ സ്റ്റേഷന് മുന്നിലും AM ജംഗ്ഷനിലും ഞായറാഴ്ച പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സുധാകരനെ മാറ്റിയതുപോലെ പ്രതിപക്ഷ നേതാവിനെ മാറ്റിയാൽ കേരളം ഭരിക്കാമെന്നും KC വേണുഗോപാലിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ കേന്ദ്രം ഭരിക്കാമെന്നും പോസ്റ്ററിൽ പറയുന്നുണ്ടായിരുന്നു. പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സുധാകരൻ തന്നെയാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ തലയെടുപ്പുള്ള രാജാവെന്നും പോസ്റ്ററിൽ വ്യക്തമായി പറയുകയാണ്. KPCC പ്രസിഡന്റ് K സുധാകരനെ മാറ്റുമെന്ന പ്രചാരണം ശക്തമായതോടെ മാറ്റരുത് എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ആഴ്ച പാലക്കാട് DCC ഓഫീസിന് മുന്നിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ അഭിമാനമാണ് സുധാകരൻ എന്നും അദ്ദേഹത്തെ എന്തിനു മാറ്റണമെന്നും LDFനെ എതിർക്കാൻ അദ്ദേഹത്തിനെ കഴിയുള്ളൂ എന്നായിരുന്നു അന്ന് പോസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം കോൺഗ്രസിൽ തനിക്കെതിരെ പ്രവർത്തിച്ച ഉപജാപക സംഘം നിയുക്ത KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും ലക്ഷ്യമിടുകയാണ് എന്നും ആന്റണി MP വിമർശിച്ചിരിക്കുകയാണ്. പ്രഖ്യാപനത്തിൽ ആന്റണി കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിലുണ്ടായ ചേരിതിരിവിന്റെ ആഴം വ്യക്തമാക്കണമെന്നാണ് ആന്റോയുടെ വാക്കുകൾ തന്നെ.